ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ പ്രതാപൻ. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മുതിർന്ന പൗരന്മാർക്ക് ജീവനാംശം നൽകുക എന്നുള്ള ഒരു കോടതി വിധിയെക്കുറിച്ചാണ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 144 വകുപ്പ് 144(1)(d) പറയുന്നത് ഫാദർ ഓർ മദർ അൺഎബിൾ ടു മെയിൻറ്റെയിൻ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്, അതാണ്. അപ്പോൾ ഒരു 1ാം ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ള ഒരു കോടതിക്ക് ഇഫ് മേ അപ്പോൺ പ്രൂഫ് ഓഫ് സച്ച് നെഗ്ലക്റ്റ് ഓർ refusal order such person to make a monthly allowance for the maintenance of his wife or such child or father or mother at suchly monthly rate as such the magistrate may think fit. അങ്ങനെ ഒരു വകുപ്പ് നിലവിലുള്ള അത് പ്രകാരം ഒരു അമ്മയ്ക്ക് 5000 രൂപ മകൻ കൊടുക്കണം എന്നുള്ള ഒരു വിധി മലപ്പുറത്തെ ഫാമിലി കോടതി വിധിക്കുകയുണ്ടായി. ഇതിനെതിരെയുള്ള അപ്പീലിലാണ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കൗസർ എടപ്പഗത്ത് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മകൻ്റെ ആരോപണം, അമ്മയ്ക്ക് ഒരു പശുവുണ്ട്, അച്ഛന് ഒരു മീൻ പിടിക്കുന്ന ജോലിയാണ്, അതുകൊണ്ട് അവർക്ക് വരുമാനമുണ്ട്. മാത്രമല്ല ഈ മകന് ഭാര്യയും മക്കളുമുണ്ട്. ഭാര്യയും മക്കളെയും നോക്കാനുള്ള ചിലവ് ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക്, വരുമാനമുള്ള അമ്മയ്ക്ക് ചിലവിന് കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു മകൻ്റെ വാദം. ഇത് കോടതി അംഗീകരിച്ചില്ല. അമ്മയ്ക്ക് ജോലിയുണ്ടെങ്കിലും അമ്മ അച്ഛൻ്റെ സംരക്ഷണത്തിലാണ് എങ്കിലും 60 വയസ്സ് കഴിഞ്ഞ ഒരു മുതിർന്ന പൗരയ്ക്ക് ചെലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം മകനുണ്ട് എന്നാണ് ഈ കോടതി വിധി വന്നിരിക്കുന്നത്. അങ്ങനെ അമ്മയ്ക്ക് ചെലവിന് കൊടുക്കണമെന്ന് ഉള്ള ആ ഉത്തരവോടുകൂടി കേസ് വീണ്ടും ഒന്ന് വിചാരണ ചെയ്യുന്നതിന് വേണ്ടി മലപ്പുറത്തെ ഫാമിലി കോടതിയിലേക്ക് കേസ് അയച്ചു കൊടുക്കേണ്ടതായിരുന്നത്. കോടതിയുടെ ഒരു നിരീക്ഷണം, ഒരു അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു മകൻ ഉണ്ടെങ്കിൽ മകൻ പോലും അമ്മയെ നോക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം ഒരു സീരിയസ് മോറൽ ഫെയില്യൂർ ആണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. സ്വന്തം കുടുംബമുണ്ട് എന്നുള്ള കാരണത്താൽ മുതിർന്ന മാതാപിതാക്കളെ ജീവിത ചെലവ് നൽകുക എന്ന നിയമപരമായ ചുമതലയിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല എന്നും കോടതി വിധിച്ചിരിക്കുകയാണ്.